ത്രിയേക ദൈവത്തിന് സ്തുതി. റോമർ 4:3 നാം കാണുന്നു, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി ഗണിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ നീതി സ്വീകരിക്കുന്നവൻ്റെ ഭാഗ്യാവസ്ഥയെക്കുറിച്ച് സങ്കീർത്തനക്കാരനായ ദാവീദ് ഇപ്രകാരം പറയുന്നു: അനീതി ക്ഷമിച്ചും പാപങ്ങൾ മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. കർത്താവ് പാപം കണക്കിടാതെയും ഹൃദയത്തിൽ വഞ്ചന ഇല്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്നാൽ എപ്രകാരമാണ് ദൈവത്തിൻ്റെ നീതി ഒരുവന് ലഭിക്കുന്നത്? റോമർ 3:22 നാം കാണുന്നു, ദൈവത്തിൻ്റെ നീതി യേശു മിശിഹായിലുള്ള വിശ്വാസം മൂലമാണ് എല്ലാവർക്കും, തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ദൈവകരങ്ങൾ നമ്മളോട് ആവശ്യപ്പെടുന്നത് ഒന്ന് മാത്രമാണ്: പാപികളെ നീതീകരിക്കുന്നവനായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം. മാനുഷിക കണ്ണുകളിലെ പ്രവൃത്തിയെയോ അതിൻ്റെ കോലാഹലങ്ങളെയോ ദൈവത്തിൻ്റെ നീതി ആവശ്യപ്പെടുന്നില്ല. മറിച്ച് യേശു മിശിഹായാണ് എൻ്റെ രക്ഷകനെന്ന വിശ്വാസവും സമർപ്പണവുമാണ് ദൈവത്തിൻ്റെ നീതി ആവശ്യപ്പെടുന്നത്. ഓരോ നോമ്പുകാലവും അന്വേഷിക്കുന്നതും തേടുന്നതും ആ നീതി എന്ന ഭാഗ്യാവസ്ഥയാണ്. അവിടെ നമ്മുടെ പ്രവൃത്തികൾക്കൊക്കെയും പകരം ശോധന ചെയ്യപ്പെടുന്നത് മിശിഹാ കർത്താവിലുള്ള വിശ്വാസം. ഓരോ നോമ്പും നമ്മളിലൂടെ കടന്നു പോകുമ്പോൾ കാൽവറിയുടെ ഉന്നതങ്ങളിൽ നമ്മൾക്ക് വേണ്ടി ജീവൻ ബലി കഴിച്ച ക്രിസ്തുവിലുള്ള വിശ്വാസം ആഴപ്പെടുത്തുവാനുള്ള അവസരങ്ങളാണ്. ഈ നോമ്പുകാലം നമ്മുടെ കർത്താവിലുള്ള വിശ്വാസം ആഴപ്പെടുവാനും അവനെ കൂടുതൽ സ്നേഹിക്കുവാനും കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുവാനാകട്ടെ.